പടിഞ്ഞാറൻ ഏഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാന്റെ രാഷ്ട്രീയ വേദിയിൽ വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയ വിഷയമാണ് പുതിയ പരമോന്നത നേതാവായി ഉയർന്നുവരുന്ന മുജ്തബ ഖമേനിയെ ചുറ്റിപ്പറ്റിയ വിവാദങ്ങൾ. ഇസ്രയേലും അമേരിക്കയും ഇറാനെതിരെ നടത്തിയ ശക്തമായ ആക്രമണങ്ങൾക്ക് പിന്നാലെ യുദ്ധത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റുവെന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ചില റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന്റെ കാലുകൾക്ക് ഗുരുതര പരിക്ക് പറ്റിയെന്നുമാണ് സൂചിപ്പിച്ചത്. ഈ വാർത്തകൾ പുറത്തു വന്നതോടെ ഇറാന്റെ അധികാര വ്യവസ്ഥയെയും രാജ്യത്തിന്റെ രാഷ്ട്രീയ സ്ഥിരതയെയും കുറിച്ചുള്ള സംശയങ്ങൾ ശക്തമായി ഉയർന്നു. എന്നാൽ പിന്നീട് ഈ വാർത്തകൾ നിഷേധിച്ചുകൊണ്ട് ഇറാനിലെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ രംഗത്തെത്തി. ഇറാൻ പ്രസിഡന്റായ മസൂദ് പെസഷ്കിയാന്റെ മകനും സർക്കാർ ഉപദേഷ്ടാവുമായ യൂസഫ് പെസഷ്കിയാൻ തന്റെ ടെലിഗ്രാം ചാനലിലൂടെ മുജ്തബ ഖമേനി പൂർണ്ണമായും സുരക്ഷിതനാണെന്ന് അറിയിച്ചു. അദ്ദേഹത്തിന് പരിക്കേറ്റുവെന്ന വാർത്തകൾ കേട്ടതിനെ തുടർന്ന് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചതായും മുജ്തബ ആരോഗ്യവാനായി തുടരുന്നുവെന്ന് ഉറപ്പായ വിവരങ്ങൾ ലഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. എങ്കിലും ഇതിനു മുൻപ് ഇറാനിലെ ചില ഔദ്യോഗിക വൃത്തങ്ങൾ തന്നെ അദ്ദേഹത്തെ റംദാൻ യുദ്ധത്തിലെ മുറിവേറ്റ സൈനികൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നതാണ് ഇപ്പോൾ കൂടുതൽ സംശയങ്ങൾക്ക് ഇടയാക്കുന്നത്. ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നുള്ള ഈ പരസ്പര വിരുദ്ധ വിവരങ്ങൾ കാരണം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന ചോദ്യമാണ് ഇപ്പോൾ ലോക രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. ഇതോടൊപ്പം ഇറാനിലെ അധികാര ഘടനയെക്കുറിച്ചുള്ള മറ്റൊരു വലിയ ചർച്ചയും ഉയർന്നിട്ടുണ്ട്. മുജ്തബ ഖമേനിയുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയതായി പറയപ്പെടുന്നത് ഇറാന്റെ ശക്തമായ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് ആണെന്നാണ് നിരവധി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷാ നയങ്ങളിലും വിദേശകാര്യ തന്ത്രങ്ങളിലും കൂടുതൽ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ഒരു നേതാവിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ സൈന്യം ശ്രമിച്ചുവെന്നാണ് വിലയിരുത്തലുകൾ. ഈ സാഹചര്യത്തിൽ ഇറാനിലെ മതാധിഷ്ഠിത ഭരണ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ആയിരുന്നാലും യുദ്ധകാല സാഹചര്യം ശക്തമായ സൈനിക സ്വാധീനത്തിന് വഴിയൊരുക്കുന്നതായി ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. മതാധികാരത്തിന്റെ രൂപം നിലനിർത്തിക്കൊണ്ട് ഭരണകൂടത്തിന്റെ യഥാർത്ഥ നിയന്ത്രണം സൈനിക സംവിധാനത്തിന്റെ കൈകളിലേക്ക് നീങ്ങുന്ന ഒരു പുതിയ ഘടന രൂപപ്പെടാമെന്നുമാണ് അവരുടെ മുന്നറിയിപ്പ്. മുജ്തബ ഖമേനിയുടെ നേതൃത്വത്തെ ചുറ്റിപ്പറ്റിയ ഈ വിവാദങ്ങൾ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെയും പടിഞ്ഞാറൻ ഏഷ്യയിലെ ശക്തി സമത്വത്തെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടുന്ന അന്താരാഷ്ട്ര സംഘർഷ സാഹചര്യത്തിൽ ഇറാൻ സ്വീകരിക്കുന്ന നിലപാടുകൾ അടുത്ത കാലത്ത് കൂടുതൽ നിർണായകമാകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ നേതാവിന് യഥാർത്ഥത്തിൽ പരിക്കേറ്റയോ ഇല്ലയോ എന്നത് മാത്രം അല്ല, ഇറാന്റെ ഭരണവും സൈനിക തന്ത്രങ്ങളും ആരുടെ കൈകളിലാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര വിഷയമായി മാറുന്നത്.